എന്റെ ബാക്കിൽ കാണുന്നത് അതാണ് രംഗർ. അപ്പൊ ഇവിടുത്തെ അകവും രാജാക്കന്മാരുടെ സ്പോർട്സ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. അപ്പൊ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മേളിൽ കയറാം. ഇതിന്റെ മേലാ പടലേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് കമത്തി ഇട്ടിട്ട് അതിന്റെ രണ്ട് സൈഡിലും മുതലിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദ്യാസ് വൺ വേൾഡ്. എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി പോവാണേ. അപ്പൊ ശിവസാഗറിലാണ് നമ്മളിപ്പോ പോകുന്നത്. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 മണിക്കൂറുണ്ട് ശിവസാഗറിൽ പോവാൻ. അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എവിടെയും പോയില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഴ കൂടിയപ്പോൾ നല്ലോണം വെള്ളപ്പൊക്കം കൂടി. മഴ പോയപ്പോൾ വെള്ളപ്പൊക്കം കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ സേഫായിട്ട് പുറത്തൊക്കെ ഇറങ്ങാം. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാം. ടാറ്റാ. അപ്പൊ നമ്മള് ലഞ്ചൊക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മള് പോകാൻ പോകുന്നത് അഹോം രാജാക്കന്മാരുടെ കൊട്ടാരമാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം അവിടുത്തെ ആൾക്കാരുടെ സ്പോർട്സ് നടന്ന സ്ഥലവും അതുപോലെ അവര് താമസിക്കുന്ന കൊട്ടാരമൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്റെ ബാക്കിൽ കാണുന്നത് അതാണ് രംഗർ. അപ്പൊ ഇവിടുത്തെ അകവും രാജാക്കന്മാരുടെ സ്പോർട്സ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇത്. അപ്പൊ ഇന്ത്യയിലെ പഴയ ഒരു ആംഫി തിയേറ്റർ ആണ് ഇത്. അപ്പൊ ഇവിടെയൊക്കെ കാലപ്പോരൊക്കെ നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പൊ നമുക്കിനി അടുത്തോട്ടൊക്കെ പോയി കാണാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ. ഒരാൾക്ക് 20 രൂപയാണ് ഇങ്ങോട്ട് കയറാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് അങ്ങ് കറങ്ങി കയറാമേ. അപ്പൊ ഈ ബിൽഡിംഗ് പറഞ്ഞതെന്ന് വെച്ചാൽ അഹോം രാജാവ് ഇവിടുത്തെ ആനിമൽസിന്റെയും ബേർഡ്സിന്റെയും ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. മേലിൽ നിന്നാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. ഇതിന്റെ മേലാ പടലേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് കമത്തി ഇട്ടിട്ട് അതിന്റെ രണ്ട് സൈഡിലും മുതലിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണാം. അപ്പൊ ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മേളിൽ കയറാം.
പോലെ വിൻഡോസ് ഉണ്ട്. അവിടെ ആനിമൽസിനെ ബേർഡ്സിനെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എല്ലാം കണ്ടോണ്ടിരുന്നത് ഇതാ അവിടെ ആൾക്കാരൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ അവിടെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാളപ്പോളുണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം ഇവിടെ വാട്ടർഫോൾ ഉണ്ട്. അത് പറ്റുമെങ്കിൽ അതും കൂടെ കണ്ടിട്ട് പോവാം. അപ്പൊ രംഗർ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇവിടെയൊക്കെ ചുറ്റും കണ്ടിട്ട് നേരെ കൊട്ടാരത്തിൽ നമ്മുടെ സൈഡില് ബുൾ ഫൈറ്റ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റാച്ചു, അപ്പൊ ഇതാണ് ഈ മൈതാനത്തിലെ ഫൈറ്റ്. അപ്പൊ ഇവിടെ നമ്മളെ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർ തമ്മിലുള്ള ഫൈറ്റ് ആണ് സ്റ്റാച്ചു. അപ്പൊ നമുക്ക് കൊട്ടാരത്തിൽ പോവാൻ വേണ്ടി പറ്റിയില്ല, എന്റെ സമയം കഴിഞ്ഞു. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പോവാം. അപ്പൊ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചുറ്റും കണ്ടിട്ട് പോവാം. പിന്നത്തെ ഇത്രയേ ഉള്ളൂ.